ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ റോഹ, നിന്റെ വിക്കറ്റ് ഞാൻ തെറിപ്പിക്കോടാ. ഞാൻ ആന്റി നാർക്കോട്ടിക് സെല്ല് വിളിച്ചു പറഞ്ഞ നിന്റെ കാര്യം സ്വാഹ. ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ഞാൻ. എനിക്ക് തരേണ്ട കെയർ സാമീപ്യമാണ് വെറും ഒരു PA അവന് കൊടുക്കുന്നത്. ഇവനും എന്റെ ശത്രു തന്നെയാ. സത്യം പറഞ്ഞ എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഇവനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. എനിക്കൂടി കറി വിളമ്പിത്തരാൻ അവളോട് പറഞ്ഞാലോ? മോളെ, റോഹന് കറി വിളമ്പി കൊടുക്ക്. സോറി അച്ഛാ, അച്ഛന് വിളമ്പിക്കഴിഞ്ഞു റോഹന് വിളമ്പി കൊടുത്തു എന്നാ ഞാൻ വിചാരിച്ചു. നീ അങ്ങനെ പലതും വിചാരിക്കുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ചേച്ചിയിരിക്കുന്നില്ലേ? വേണ്ട പ്രതാപ, പരിചയമില്ലാത്ത ചില കാഴ്ചകളൊക്കെ കാണുമ്പോ ഇരിക്കാൻ തോന്നുന്നില്ല. ഓരോരുത്തർക്കായിട്ട് ഓരോ സ്ഥാനങ്ങളല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ അവിടെ അധികപ്പറ്റാം. അങ്ങനെ ഒരു അധികപ്പറ്റാവാൻ ഈ അംബികയെ കിട്ടില്ല. ഞാൻ ഇരിക്കാൻ പാടില്ലായിരുന്നു. അവൻ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ലല്ലോ. എണീറ്റാലോ? വേണ്ട, ഇനി എഴുന്നേറ്റാ മാറും. രാജു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ പാടില്ല. രാജു ഇരിക്ക്. മാഡം, അത് ഇരിക്ക് രാജു, ഇരിക്ക്. ഇരിക്ക് രാജു. കഴിക്ക് രാജു. ഇവളിങ്ങനെ ഇവനെ മാത്രം കെയർ ചെയ്താ പോരല്ലോ, എന്നെയും കെയർ ചെയ്യണ്ടേ? ഋതികേ, കുറച്ച് ചോറ് എനിക്കും കൂടി ഇട്ടേക്ക്. പിന്നെ ആ കറികളും കൂടി എടുത്തു.
ഇതാടാ പിടിക്ക്. ശരി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, വിട്ടോ. ആ ശരി അളിയാ. ഭാഗ്യം, കൃത്യസമയത്ത് ഇവിടെ ആരുമില്ല. ലോക്കല്ലേ? ഈ കാറിന്റെ ഡോറ് രോഹൻ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കൊള്ളാം, നന്നായി മോനെ. നിനക്കുള്ള മധുര പലഹാരം ചേട്ടന്റെ നിന്റെ കാറിൽ വെച്ച് തരാൻ പോവാ. നല്ല കൂടിയ ഐറ്റംസാ. മയക്കുമരുന്നെന്ന് പറഞ്ഞാലേ കുറച്ചിലായി പോവും. ആന്റി നർക്കോട്ടിക്സ് എങ്ങനെ കൈയോടെ പിടിച്ചാലേ ഒരു 5-6 വർഷം അകത്ത് കിടന്ന് ചപ്പാത്തി തിന്നടാ. ഇരിക്കട്ടടാ മോനെ, നിനക്കൊരു കുതിരപ്പവൻ. എടാ റോഹ, നിന്റെ വിക്കറ്റ് ഞാൻ തെറിപ്പിക്കോടാ. ഞാൻ ആന്റി നാർക്കോട്ടിക് സെല്ല് വിളിച്ചു പറഞ്ഞ നിന്റെ കാര്യം സ്വാഹ. ഹലോ, ആന്റി നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ നീരജ് സാറല്ലേ? സത്യം പറയാലോ അങ്ങളെ, ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഞ്ച് കഴിച്ചിട്ട് ഒരുപാട് നാളായി. യാമിനി ആന്റിയുടെയും ഋതികയുടെയും കൈപുണ്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന യാമിനിയാ. ഋതിക്ക് ഫുഡും കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഋതികയെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് രാജുവിന്റെ അമ്മ രാധമ്മയാ. ആ, കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാജുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കാര്യത്തിൽ ഋതിക പ്രത്യേകം താല്പര്യം കാണിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ. രാജുവിന്റെ വീട്ടുകാരും ഋതികയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അതെ, റോഹൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവര് ഒരു വിവാഹ നാടകമൊക്കെ കളിച്ച് കുറച്ചു ദിവസം രാജുവിന്റെ വീട്ടിലായിരുന്നു. കുറച്ചുനാള് ഇവരെന്നെ വെള്ളം കുടിപ്പിച്ചു കേട്ടോ. അറിയാങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട്. അകലേ നോവിനാലേ